പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരുദേവന്റെ ആദ്യ ചിത്രം. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ച. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ചിത്രകാരനായിരുന്ന കുഞ്ഞികൃഷ്ണക്കുറുപ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചു. അത് കണ്ടാൽ ജീവൻ തുളുമ്പി നിൽക്കുന്ന, അതായത് ജീവനോടെ നിൽക്കുന്ന ഭഗവാനെയാണ് നമുക്കതിൽ ദർശിക്കാൻ കഴിയുന്നത്. കുഞ്ഞികൃഷ്ണക്കുറുപ്പ് ആ ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുവാനുള്ളതല്ല, അനേക ലക്ഷം ഭക്തജനങ്ങൾക്ക് സ്വാമിയുടെ അസാന്നിധ്യത്തിൽ പോലും ഈ ചിത്രത്തിൽ കൂടി ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടേണ്ടതാണ്. ആയതിനാൽ ഈ ചിത്രം കോലത്തുകര ക്ഷേത്രത്തിൽ കൊടുക്കണം. ഭഗവാന്റെ ആ ചിത്രമെടുത്ത് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് ഭദ്രമായി അദ്ദേഹം സൂക്ഷിച്ചു. കുഞ്ഞികൃഷ്ണക്കുറുപ്പിന്റെ മകൻ ചോദിച്ചു, അച്ഛാ, ഇത് ആരുടെ ചിത്രമാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രം ഗുരുസ്വാമിയുടേതാണ്. ഇത് ഗുരു താമസിക്കുന്ന അമ്പലത്തിൽ കൊണ്ടു ചെന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഗുരു അമ്പലത്തിൽ കാണുമോ അച്ഛാ? അപ്പോൾ മകൻ ചോദിച്ചു. അറിയില്ല, എങ്കിലും അങ്ങോട്ട് പോകുകയാണ്. ഗുരുവിനെ കാണാൻ ഞാൻ കൂടെ വരട്ടെ അച്ഛാ? അങ്ങനെ അച്ഛനും മകനും കൂടി ആ ചിത്രവുമായി ഒരു കുതിരവണ്ടിയിൽ കോലത്തുകര ക്ഷേത്രത്തിലെത്തി. ആശ്ചര്യമെന്ന് പറയട്ടെ, അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ കോലത്തുകര ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിത്രകാരന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ആ ചിത്രം സ്വാമി തൃപാദങ്ങളെ കാണിച്ചു. ചിത്രം കണ്ട മാത്രമേ തന്നെ ഭഗവാൻ പറഞ്ഞു, ഇത് നാം തന്നെയാണല്ലോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിത്രകാരൻ അതീവ ദുഃഖത്തോടെ തൃപാദങ്ങളോട് പറഞ്ഞു, സ്വാമി, ചിത്രം വരയ്ക്കവേ വലത്തെ തുടയിൽ അല്പം ചായം വീണുപോയി. അപ്പോൾ തൃപാദങ്ങൾ പറയുകയാണ്, ആ പാട് നമുക്കുള്ളതാണ്. കുഞ്ഞികൃഷ്ണക്കുറുപ്പ് അത്ഭുതപ്പെട്ടുപോയി. കുഞ്ഞികൃഷ്ണക്കുറുപ്പും മകനും തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തൃപ്പാദങ്ങൾ കുറുപ്പിനോടായി ചോദിച്ചു, ഈ നിൽക്കുന്നത് മകനാണല്ലേ? അതേ സ്വാമി, മിടുക്കനാണ്. അച്ഛനെ പോലെ പേര് കേട്ട ഒരു കലാകാരനായി മാറും. തൃപ്പാദങ്ങൾ എന്തു മൊഴിഞ്ഞാലും അതെല്ലാം യാഥാർത്ഥ്യമായി മാറും എന്നതുപോലെ ആ കുഞ്ഞ് പിൻകാലത്ത് പ്രസിദ്ധനായ ഒരു ഡാൻസറായി തീർന്നു. അദ്ദേഹം തിരുവനന്തപുരം കൊച്ചിറവിള ഡാൻസർ ചന്ദ്രശേഖരൻ നായർ എന്ന് അറിയപ്പെട്ടു. ഡാൻസർ ചന്ദ്രശേഖരൻ നായരുടെ നൃത്ത പരിപാടി കോലത്തുകര ഉത്സവത്തിലെ ഒരു ദിവസത്തെ പരിപാടിയാണ്. അങ്ങനെ ചിത്രം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചു. മഹാഗുരുവിന്റെ ചിത്രം വയ്ക്കാൻ ഇനിയും ഒരു സ്ഥലം വേണം. അതിനായി കോലത്തുകരയിലെ പാവപ്പെട്ടവരായ ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. ശിവക്ഷേത്രത്തിന് കിഴക്കുവശത്ത് കിഴക്ക് ചേർന്ന് ഓടുമേഞ്ഞ ഒരു മുറിയുള്ള കെട്ടിടം അവർ പണിതു. അത് 1916 സെപ്റ്റംബർ 11 ഗുരുദേവന്റെ ഷഷ്ഠിപൂർത്തി ദിനത്തിൽ ആ ചിത്രം അനാച്ഛാദനം ചെയ്യാനും നാടെങ്ങും ഉത്സവമായി തന്നെ ആഘോഷിക്കുവാനും അവർ തീരുമാനിച്ചു. കുഞ്ഞികൃഷ്ണക്കുറുപ്പിന് തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉദാത്തമായി തനിക്ക് ലഭിച്ച അനുഗ്രഹം ഈ ലോകത്തിനായി സമർപ്പിച്ചു. നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടും സർവ അർപ്പണ ബുദ്ധിയോടും ലോക കല്യാണത്തിന് വേണ്ടിയുള്ളതാകണം. കാരണം ഈ ലോകത്ത് എൻ്റേത് മാത്രമായി ഒന്നും തന്നെയില്ല. സന്തോഷത്തെ ഉദ്ദേശിച്ചാണല്ലോ എല്ലാവരും പ്രവർത്തന നിരതരാകുന്നത്. താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി തനിക്ക് മാത്രം സന്തോഷം വരുന്നതാണോ, അതോ തനിക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം വരുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരുവൻ ജീവിതത്തെ ജീവിച്ചു തീർക്കാൻ തുടങ്ങുന്നത്. തനിക്ക് മാത്രമാണ് സന്തോഷം വരുന്നതെങ്കിൽ അതിനെ തനിക്കെന്ന പോലെ എല്ലാവർക്കും സന്തോഷം വരുത്തി തീർക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുകയും അതുമൂലം അതിനുള്ള വഴി മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, ആത്മജ്ഞാനത്തിന്റെ വഴിക്ക് ജീവിതയാത്ര തിരിയുന്നു എന്നുള്ളത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ തുടർച്ച അടുത്ത ദിവസം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ